ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രകൾ, 7 കാഹളം, 7 ക്രോധകലശം, ഇങ്ങനെയാണ് അത് പോകുന്നത്. 6-ാം മുദ്ര പൊട്ടിച്ചതിന് ശേഷം നടക്കുന്ന ചില അനുബന്ധ സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം അധ്യായം കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുകയാണ്. അപ്പോൾ ഈ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന്, 7 കാഹളമുള്ള 7 ദൂതന്മാർ അവിടെ നിൽക്കുന്നത് യോഹന്നാൻ കാണുകയാണ്. 2-ാമത്തെ കാഴ്ച എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഒരു ബൈബിൾ എടുത്തു വെച്ച് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് വായിച്ചാൽ അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഒരു ദൂതൻ കയ്യിൽ സ്വർണ ധൂപ കലശവുമായിട്ട് വന്ന് യാഗപീഠത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിനായിട്ട് വളരെ ധൂപവർഗം അവന് കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുകയും പിന്നീട് ധൂപകലശത്തിൽ യാഗപീഠത്തിലെ കനലെടുത്ത് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞ് അതിനുശേഷം ഉണ്ടാകുന്ന ചില അനുബന്ധ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ധൂപവർഗത്തോടുകൂടി ചേർന്ന് കയറുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് പറ്റും. എന്താണിത്? ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ധൂപകലശം അല്ലെങ്കിൽ ധൂപപീഠം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പം അതിനായിട്ട് നമ്മൾ സമാഗമന കൂടാരത്തിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തതിന് ശേഷം ആരാണ് വിശുദ്ധന്മാരെന്നും എങ്ങനെയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറുന്നതെന്നും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം നൽകി കൊടുത്തതാണ് സമാഗമന കൂടാരം. ഒരിക്കലും മോശ തൻ്റെ ഇഷ്ടമനുസരിച്ചോ തൻ്റെ താല്പര്യമനുസരിച്ചോ ഉണ്ടാക്കിയ ഒന്നല്ല സമാഗമന കൂടാരം. കാരണം എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ സ്വർഗീയമായതിൻ്റെ ഒരു പ്രതിബിംബമായിരുന്നു സമാഗമന കൂടാരം. അതായത് യഥാർത്ഥമായ ആലയം സ്വർഗത്തിലാണ് ഉള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ സ്വർഗീയമായ ആലയത്തിന്റെ പ്രത്യക്ഷത നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ സ്വർഗീയമായതിൻ്റെ ഒരു മോഡലാണ് ഭൂമിയിൽ അതെ രൂപപ്പെട്ടത്, അല്ലെങ്കിൽ മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകി കൊടുത്തത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണവുമായിട്ട് ബന്ധപ്പെട്ട് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ എന്നുള്ളതാണ്. കൈപ്പണിയായതിലൂടെയല്ല, ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ. അപ്പം ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് ശേഷം നടന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകാശത്തിലൂടെ കടന്നുപോയി സ്വർഗത്തിലെ ഈ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ അതിനെ ചിന്തിക്കാൻ. പോകട്ടെ, നമുക്ക് ഈ ധൂപപീഠം എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ അറിയാത്തവർക്കായിട്ട് അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലിനായിട്ട് ചെറിയൊരു വിവരണം ഞാൻ നൽകുകയാണ്. സമാഗമന കൂടാരം ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കാനായി ദൈവം തന്നെ നൽകിയതാണ്. തഹശുതോൽ കൊണ്ട് പൊതിഞ്ഞ ഒരു കൂടാരമാണ്. ഈ ഒരു കൂടാരം 3 ഭാഗങ്ങളാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ താമ്രത്തൊട്ടി നമുക്ക് കാണാനായിട്ട് പറ്റും, യാഗപീഠം കാണാനായിട്ട് പറ്റും. വിശുദ്ധ സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ
അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശ നമുക്ക് കാണാനായിട്ട് പറ്റും, സ്വർണ്ണ നിലവിളക്ക് കാണാനായിട്ട് പറ്റും, ധൂപപീഠം കാണാനായിട്ട് പറ്റും. പിന്നീട് ഒരു തിരശീലയാണ്, അതിനപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലമാണ്. അവിടെ നിയമപ്പെട്ടകം, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന കെരൂബുകൾ, ഷെക്കൈന, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രമാണ് മഹാപുരോഹിതൻ പ്രവേശിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ആർക്കും അവിടേക്ക് പ്രവേശനത്തിന് അനുമതിയില്ല. അപ്പം അതിന്റെ തൊട്ടിപ്പുറത്ത് തിരശീലയുടെ പുറകിലായി, അതായത് അതിവിശുദ്ധ സ്ഥലത്തെ മറയ്ക്കുന്ന തിരശീലയുടെ തൊട്ട് പിൻപിലായിട്ടാണ് ഈ ധൂപപീഠം ഇരിക്കുന്നത്. ഈ ധൂപപീഠം എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ധൂപപീഠത്തിന്റെ നീളവും വീതിയും ഉയരവും ഒക്കെ എഴുതിയിട്ടുണ്ട്. 1 മുഴം നീളം, 1 മുഴം വീതി, 1 മുഴം ഉയരം ആണ് ഈ ധൂപപീഠം. ഈ ധൂപപീഠം ഖദിരമരം കൊണ്ടുണ്ടാക്കിയതും പൊന്നുകൊണ്ട് പൊതിഞ്ഞതുമാണ്. ഈ ധൂപപീഠത്തിന്മേൽ ധൂപം അർപ്പിക്കണം. എങ്ങനെ ധൂപം അർപ്പിക്കണം? എന്തെങ്കിലും തോന്നുന്നത് പോലെ ആർക്കും അർപ്പിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ആരെങ്കിലും അർപ്പിച്ചാൽ അവൻ മരണപ്പെടണം എന്നുള്ളതാണ്. കാരണം ദൈവത്തിന് ഇതിന് കണക്കും അതേ അളവുകളും ഒക്കെ ഉണ്ട്. ഹൽബാന പശ, നറും പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി, ഇങ്ങനെ 4 കൂട്ടുകൾ സമാസമം ചേർത്തിട്ടാണ് ധൂപവർഗം ഉണ്ടാക്കേണ്ടുന്നത്. അല്ലാതെ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നത് പോലെ ഇട്ടൊന്നും കത്തിക്കാനായിട്ട് പറ്റില്ല. ഇനിയും ഇതുപോലെ ഉള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ ഛേദിച്ചു കളയണം. അപ്പം ഇങ്ങനെ ദൈവത്തിന്റെ കുറച്ച് എന്താ പറയുന്നത് കണക്കുകളും അളവുകളും നിബന്ധനകളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കണം. ഓരോ ദിവസവും അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്താണ് ഇത് അർപ്പിക്കേണ്ടുന്നത്. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ പഴയ നിയമ ആരാധന എന്ന് പറയുന്നത്, പഴയ നിയമകാലത്തിലെ ഒരു ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ സംഭവിച്ച ഒരു കാര്യം വേദപുസ്തകത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ തിരശീല, ആ തിരശീലയെക്കുറിച്ച് പറയുന്നത് ഏകദേശം 60 മുഴം ഉയരവും 30 മുഴം വീതിയും 4 ഇഞ്ച് കനവുമുള്ള തിരശീല. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുത്തുകളുണ്ട്. 300-ലധികം പുരോഹിതന്മാർ ഒന്നിച്ചാണ് ഇതിനെ എടുത്ത് ഫിറ്റ് ചെയ്യുന്നതെന്നാണ് തൽമൂദിൽ പറഞ്ഞിരിക്കുന്നത്. പോകട്ടെ, എന്തായാലും കൈകൾ കൊണ്ട് ഒക്കെ തുന്നിയുണ്ടാക്കിയ 10 സെന്റിമീറ്ററോളം കനമുള്ള, കാറ്റിനോ ഭൂകമ്പത്തിനോ പോലും കീറിക്കളയാൻ കഴിയാത്ത, പഴക്കം ചെന്നാൽ ചീന്തലുകൾ വരാത്ത ഇത്രയും കട്ടിയേറിയ തിരശീല യേശു ക്രിസ്തുവിന്റെ മരണത്തിങ്കൽ മുകൾ തൊട്ട് താഴെ വരെ ചീന്തിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് പഴയ നിയമ ആരാധനകൾക്ക് അവസാനമായി തീരുകയും പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകമായി ഒരു ആലയം ഭൂമിയിൽ ഇല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവേശുവിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നവരെല്ലാം തന്നെ ദൈവത്തിന്റെ ആലയമായി മാറുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിന് ഏതെങ്കിലും സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഇരുന്ന് ആരാധിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള പ്രത്യേകതകളും ഇല്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധൂപപീഠമില്ല, ധൂപകലശമില്ല, ഈ പറയുന്ന യാതൊരു കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. രണ്ടാമത്തേത്, പുതിയ നിയമത്തിലെ ആലയം മന്ദിരമെന്ന് പറയുന്നത് വിശുദ്ധന്മാരാണ്. ആരാണ് വിശുദ്ധന്മാർ? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധന്മാരെന്ന് പറയുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം മുഴുവനും വായിച്ചു പഠിക്കുമ്പോൾ ഏകയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്ന വ്യക്തികൾക്കാണ് വിശുദ്ധൻ എന്ന് പറയുന്ന പദവി കിട്ടുന്നത്. അല്ലാതെ ആർക്കും വിശുദ്ധനാകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സ്വന്തം പ്രവർത്തികൾ കൊണ്ടോ നല്ല കാര്യങ്ങൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ആരെങ്കിലും വിശുദ്ധരാകാമെന്ന് ധരിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെ വിശുദ്ധരാകാമായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവപുത്രനായവൻ ഈ കാൽവറി ക്രൂശിൽ ദാരുണമായി ദൈവത്തിന് സ്തോത്രം ക്രൂശിക്കപ്പെടില്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് രക്ഷ സാധ്യമല്ല. അപ്പോൾ കാൽവറിയിലെ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധൻ എന്നുള്ള പദവി ലഭിക്കുന്നത്, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീരുന്നത്. അത് എബ്രായ ലേഖനം 9-10 അധ്യായങ്ങൾ ഒന്ന് പഠിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഒന്ന്,
ക്രിസ്തുവേശുവിലൂടെ ലഭ്യമാകുന്ന പദവിയാണ് വിശുദ്ധൻ എന്ന പദവി. ഇനിയും രണ്ടാമത്തേത് മനസ്സിന്റെ അകത്ത് കുറിച്ചിടണം. ക്രിസ്തുവേശുവിലൂടെ ഒരാൾക്ക് വിശുദ്ധൻ എന്ന പദവി ലഭിച്ചാൽ തന്നെയും ഓരോ വ്യക്തിയും വ്യക്തിപരമായി ക്രിസ്തുവിന്റെ വിശുദ്ധിയെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഷെയർ ക്രൈസ്റ്റ് ഹോളിനെസ് എന്നാണ്. അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ അവിടുന്ന് നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വിശുദ്ധി ഒരു ദൈവപൈതൽ വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും റിഫ്ലക്റ്റ് ചെയ്യണം, ലോകത്തിനത് കാണിച്ചു കൊടുക്കണം. അതില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ അവിശുദ്ധന്മാരെന്നുള്ള ഒരു പദവി, ദൈവത്തിന് സ്തോത്രം, അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണ്, ദൈവനാമത്തിന് നമ്മൾ അപമാനമുണ്ടാക്കുകയാണ്. പോകട്ടെ. അപ്പോൾ ഇതാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു ദൂതൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഈ ദൂതന്റെ കയ്യിൽ ഒരു സ്വർണ്ണ ധൂപകലശമുണ്ട്. അപ്പം ഈ ഒരു ധൂപകലശം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ഈ ദൈവദൂതന്റെ കൈകളിലേക്ക് കൊടുത്ത ധൂപവർഗവും ചേർത്ത് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്ന്, സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. ലോകത്തിൽ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, നീ ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നിന്നെ തന്നെ മേഘം കൊണ്ട് മറച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറയുമ്പോൾ, ഒന്ന്, ക്രിസ്തുവിൽ നാം ഒരു വിശുദ്ധരായി തീരുക, അനുസരിക്കുക. രണ്ട്, ആ പദവിയെ കാത്തു സൂക്ഷിക്കുക, നിലനിർത്തുക. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്നുള്ള വാക്യം ഇത്തരണത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ പലതിനും മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ ഒരു ദൂതൻ യേശുക്രിസ്തുവാണെന്ന് ഉള്ള വ്യാഖ്യാനപ്പെടുന്നവരുണ്ട്. പക്ഷെ അവിടെ അത് എഴുതിയിട്ടില്ല. പക്ഷെ നമുക്ക് ദൈവജനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതൻ ക്രിസ്തുവാണ്, യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡാണ്. വിശ്വസിക്കുന്ന സകലർക്കും അവിടുന്ന് പൗരോഹിത്യം നൽകി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മഹാപുരോഹിതനായ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തെ രാപ്പകൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തോടുകൂടി ചേർക്കുകയാണ്. എന്താണ് ഈ ധൂപവർഗം എന്ന് പറയുന്നത്? ഇത് ആക്ഷരികമായ ഒരു ധൂപമാണോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയുള്ള ആ ഒരു നന്മയും ദൈവത്തിന് സ്തോത്രം ആ പേരും എല്ലാം കൂടെ വിശുദ്ധന്മാരുടെ ബലഹീനമായ പ്രാർത്ഥനകളിൽ ചേർത്ത് ദൈവസന്നിധിയിലേക്ക് ഒരു ധൂപമായി എത്തുകയാണ്. എത്തുമ്പോൾ അതിനുള്ള മറുപടി അവിടുന്ന് പുറപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ധൂപകലശത്തിന്റെ അകത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിയുന്നു. അനുബന്ധമായ കുറച്ച് സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുന്ന ഈ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശുദ്ധരായി വിശ്വസ്തരായി നിലനിൽക്കാം. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തണം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് എത്തുന്നത്. ദൈവസന്നിധിയിലേക്ക് ധൂപവർഗം അവിടേക്ക് ചെന്ന് അതിന് മറുപടി ഉണ്ടാകണമെങ്കിൽ ആ ഒരു നിലയിലുള്ള ഒരു ജീവിതം നയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.